നമസ്കാരം. നിങ്ങൾ വളരെ ആഗ്രഹിച്ച് ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത്, എസ്പെഷ്യലി പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ പെൻസിൽ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത്, ആ ചിത്രത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ വന്നില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും എത്ര ഷെയ്ഡ് ചെയ്തിട്ടും നമ്മൾ മനസ്സിൽ കാണുന്ന റിസൾട്ട് വരുന്നില്ല എന്നുള്ള തോന്നലുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? പലപ്പോഴും പലരും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരിക്കും ആ ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പോർട്രേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കമ്മീഷനായിട്ട് കിട്ടിയ ഒരു വർക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ ചിത്രമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ചിത്രമായിരിക്കും. നമ്മൾ കൃത്യമായിട്ടൊക്കെ ഔട്ട്ലൈൻ ഇടുന്നു. ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കി വരുന്നു. പക്ഷേ ഓരോ സ്റ്റെപ്പിലും നമുക്ക് സെൽഫ് ഡൗട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ. അവസാനം നോക്കുന്ന സമയത്ത് വിചാരിച്ച പോലെ ആയില്ല എന്നുള്ള ഒരു സംശയം എപ്പോഴും ബാക്കി നിൽക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ ഇതിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമസ്കാരം, എൻ്റെ പേര് സച്ചിൻ. ഐ ആം എൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. ക്രിയേറ്റിവിറ്റി ബൂസ്റ്റർ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആർട്ടിസ്റ്റുകളെക്കുറിച്ച്, ചിത്രം വരയ്ക്കുന്ന ബിഗിനേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, ചിത്രങ്ങളെക്കുറിച്ച്, ചിത്രകലയുടെ വലിയ ലോകത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ നിങ്ങളൊരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എവിടെയാണെന്നറിയാവോ? ബേസിക്സിലാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ പാട്ട് പാടാനായിട്ട് പഠിക്കുന്നതായിരിക്കും. സംഗീതത്തിൻ്റെ ബേസിക്സ് നിങ്ങൾക്കറിയാം. അതിൽ വൺ ഓഫ് ദ ബേസിക്കാണ് സരിഗമ പദനിസ എന്ന് പറയുന്നൊരു കാര്യം. ശരിക്കും ഡ്രോയിങ്ങിലും അതുപോലത്തെ ബേസിക്സ് ഉണ്ട്, ഡാൻസിലും അതുപോലത്തെ ബേസിക്സ് ഉണ്ട്. പക്ഷേ ഡ്രോയിങ്ങിലൊക്കെ നമുക്കിതിനെക്കുറിച്ച് ഇൻഡെപ്തുള്ള നോളജ് ഇല്ലാത്ത കാരണം എന്താണ് ഡ്രോയിങ്ങിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പലർക്കും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വൈറ്റ് പേപ്പറിൽ ഫസ്റ്റ് ഒരു ഡോട്ട് ഇട്ടുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്രോയിങ്, അല്ലേ? നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് പെൻസിൽ കൊണ്ട് വയ്ക്കുന്നത് ഒരു ഡോട്ടാണ്. ആ ഡോട്ട് ആ പെൻസിൽ ആ പേപ്പറിൻ്റെ മുകളിലൂടെ നീക്കുന്ന സമയത്ത് ആ ഡോട്ട് ഒരു ലൈനായിട്ട് മാറും. ആ ലൈൻ നിങ്ങൾ 2-3 ലൈൻസ് വരച്ച് അത് കൂട്ടിമുട്ടുന്ന സമയത്ത് അതൊരു ഷെയ്പ്പായിട്ട് മാറും. പതിയെ ഷെയ്പ്പിനെ ഒരു 3D ഫോം പോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഷെയ്ഡ് ചെയ്ത് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കി മാറ്റാൻ പറ്റും. അതിന് കുറച്ചും കൂടി ടെക്സ്ചർ കൊടുത്ത് കാണുന്ന ആൾക്ക് എന്താണ് ഒബ്ജക്റ്റ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ആ ഒരു വേർഡ്സ് ഉണ്ടല്ലോ, അതെല്ലാം ഡ്രോയിങ്ങിൻ്റെ ബേസിക്സ് ആണ്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 7 എലമെൻറ്റ്സ് ഓഫ് ആർട്ട് എന്ന് പറയും. ആർട്ടിൻ്റെ 7 എലമെൻറ്റ്സ്. നമ്മൾ പലപ്പോഴും ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. നമുക്ക് ഔട്ട്പുട്ടാണ് വേണ്ടത്, അല്ലേ? ഡ്രോയിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആ ഒരു ആവേശത്തിൽ നമ്മൾ റാൻഡമായിട്ട് കുറേ ലൈൻസ് വരയ്ക്കും, കുറേ ഷെയ്ഡ് ചെയ്യും, കുറേ ടെക്സ്ചർ കൊടുക്കും, പിന്നെ വീണ്ടും തെറ്റിന്ന് തോന്നുന്ന സമയത്ത് ഇറേസ് ചെയ്ത് കളയും, വീണ്ടും റിപ്പീറ്റ് ചെയ്യും. റാൻഡമായിട്ട് എന്തൊക്കെയോ ചെയ്ത് അവസാനം ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടും. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നവർക്കാണ് എക്സാക്ട്ലി ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബ്ലം ഉണ്ടാവാറുള്ളത്. ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൻ്റെ ഇഷ്യൂ അവർക്ക് വരും. കൂടാതെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയോ, ഇനിയും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ തോന്നൽ വരും. അതിൽ ചിലർ കംപ്ലീറ്റ് ആയതിന് ശേഷവും വീണ്ടും ചെയ്ത് ആ ഡ്രോയിങ്ങിൻ്റെ റിസൾട്ട് തന്നെ മോശമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. ബേസിക്സ് മുതൽ ചിത്രകല പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു പോർട്രേറ്റ് വരയ്ക്കുകയാണ്. അതിൽ ഒരാൾ ഒരു ഷർട്ട് ഇട്ട് നിൽക്കുന്ന ഒരു പോർട്രേറ്റാണ്. ഷർട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഷർട്ടിൽ ചുളിവുകളുണ്ട്. ചുളിവുള്ളത് കാരണം അതിൽ എക്സാക്ട്ലി ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടായിരിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചുളിവ് ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത്, ഓഫ് കോഴ്സ് ചുളിവ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്ലൈൻ ആദ്യം ഇടണം. അതിനുശേഷം അതിൻ്റെ ഷെയ്ഡ് നമ്മൾ മാർക്ക് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ഒരു ഷെയ്ഡിങ് മെത്തേഡ്, ചിലപ്പോൾ പാരലൽ ഹാച്ചിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, അത് ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നു, ലെയർ ബൈ ലെയർ ചെയ്യുന്നു, ഒപ്പം ലൈറ്റ് ആൻഡ് ഷാഡോ ഒബ്സർവ് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഷർട്ടിൽ തന്നെ എത്ര അധികം ടെക്നീക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ ബേസിക് അറിയുന്ന ഒരാൾക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാനായിട്ട് സാധിക്കും. അതിൻ്റെ അവസാനത്തെ ലെയറിൽ എന്ത് ചെയ്യണം എന്നറിയാനായിട്ട് സാധിക്കും. കൂടാതെ ബേസിക്സ് അറിയുന്ന ഒരാൾക്ക് ഒബ്സർവേഷൻ സ്കില്ല് കൂടുതലായിരിക്കും.
അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഷെയ്ഡിങ് മെത്തേഡ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ആ പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്ന മെത്തേഡ് ആണെങ്കിൽ അത് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. കൂടാതെ ടെക്സ്ചർ, ആ ക്ലോത്തിൽ എന്തെങ്കിലും ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ടെക്സ്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ആണ് ടെക്സ്ചർ. അപ്പോൾ നമ്മുടെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് എങ്ങനെ നമ്മുടെ പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യാം, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ടെക്സ്ചർ എങ്ങനെയാവും. ഇപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ആയിരിക്കില്ല നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ. അതായത് ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള ടെക്സ്ചർ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഷെയ്ഡിങ് രീതികളുണ്ട്. നിങ്ങൾ ബേസിക്സ് മുതൽ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ടെക്സ്ചറിനെ കുറിച്ചും, എല്ലാ ഷെയ്ഡിങ് മെത്തേഡിനെ കുറിച്ചും, ലൈറ്റ് ആൻഡ് ഷാഡോ തിയറിയെക്കുറിച്ചും, എങ്ങനെ ഒരു ചിത്രം ഫിനിഷ് ചെയ്യാന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റി കിട്ടും. അതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഉണ്ടാവും. എങ്ങനെയാണ് റിസൾട്ട് വരുന്നതെന്നല്ലേ, നിങ്ങൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും. അതെ, ഞാൻ കറക്റ്റ് സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത്, അത് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു റിവാർഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിലോട്ട് വന്ന് എൻ്റെ ഒപ്പമുള്ളൊരു 1-to-1 ആണ് അവർക്ക് റിവാർഡായിട്ട് കിട്ടുന്നത്. ആക്ച്വലി അത് ആക്ഷൻ എടുത്ത് വരുന്ന സ്റ്റുഡൻസാണ്, കോഴ്സ് ഒരുപാട് ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി വരുന്ന സ്റ്റുഡൻസാണ്. അപ്പോൾ പലരോടത്തും ഞാൻ ഓപ്പണായിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങളെടുത്ത ഏത് ആക്ഷനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതെന്ന്. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പറഞ്ഞൊരു ആൻസർ, ഞാൻ ബേസിക്സ് മുതൽ സാറിൻ്റെ ക്ലാസ്സിലൂടെ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. ശരിക്കും അതിൻ്റെ പവർ നിങ്ങൾ ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. എന്തിനാ ബേസിക്സ് മുതൽ പഠിക്കുന്ന ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് പഠിച്ചാൽ പോരെ? അല്ല, ബേസിക്സ് മുതൽ പഠിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഡ്രോയിങ്ങിലെ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനും നിങ്ങൾ ശരിയായ പാതയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ക്ലാരിറ്റി കിട്ടാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ ആസ് എ പേഴ്സൺ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുള്ള കോൺഫിഡൻസ് നിങ്ങളിലുണ്ടാവും. സോ കുറേ കൂടി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. കൂടാതെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്നറിയാമോ, ഫ്യൂച്ചറിൽ ഈ ഡ്രോയിങ്ങിനെക്കുറിച്ച് നിങ്ങൾക്ക് ആരോടെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഡ്രോയിങ് പഠിപ്പിച്ച് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ഒരു നോളജ് അപ്ഡേറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ബേസിക്സ് മുതൽ പഠിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പം സാധിക്കും. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആർട്ടിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഡെപ്തിൽ സംസാരിക്കാനായിട്ട് പറ്റണം. ആർക്കാണ് ഇൻഡെപ്തിൽ സംസാരിക്കാനായിട്ട് പറ്റുക? നിങ്ങളുടെ ആർട്ടിനെ കുറിച്ച് ബേസിക്സ് മുതൽ നോളജ് ഉള്ള ഒരാൾക്ക് ഇൻഡെപ്തിൽ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ 7 എലമെൻറ്റ്സ് ഓഫ് ആർട്ടിൽ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ എത്ര എലമെൻറ്റ്സ് യൂസ് ചെയ്തു, ഓരോ എലമെൻറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഓരോ എലമെൻറ്റ്സിൽ നിങ്ങൾ യൂസ് ചെയ്ത ആ ഒരു ടൂൾ ഓർ ടെക്നീക്ക് എന്താണ്, അങ്ങനെ ഇൻഡെപ്തിൽ ആർട്ടിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞു. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ കേൾക്കും, നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ബേസിക്കിൽ നിന്നും ആർട്ട് പഠിക്കുക എന്നുള്ള കാര്യം, പഠിക്കുക മാത്രമല്ല കേട്ടോ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചെറിയ എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. സിമ്മെട്രിക്കൽ ഡ്രോയിങ് കേട്ടിട്ടുണ്ടോ? സ്കൂളിലൊക്കെ ഡ്രോയിങ് പീരീഡിൽ ഞാൻ ചെറുപ്പത്തിലെന്ന് പറയുന്നില്ല, ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ സമയത്ത് നമുക്ക് ഡ്രോയിങ് പീരീഡ് ഉണ്ടായിരുന്നു സ്കൂളിൽ. ആ സമയത്ത് ടീച്ചർ നമുക്കൊരു ഡ്രോയിങ് ബുക്ക് തരും. ആ ബുക്ക് ഓൾറെഡി പ്രിൻ്റഡ് ആയിരിക്കും, അതിൽ ചിത്രങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷേ ചിത്രത്തിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ടീച്ചർ പറയും ആ ഒരു സൈഡ് നോക്കി അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ആക്കണമെന്ന്. ഇത് സിമ്മെട്രിക്കൽ ഡ്രോയിങ് പ്രാക്ടീസാണ് നമ്മൾ ആക്ച്വലി ചെയ്തത്. ഇതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കുറേ കൂടി ഒബ്സർവേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവും, മെഷർമെൻ്റ് എടുക്കാനുള്ള സ്കിൽ ഇമ്പ്രൂവ് ആവും, ഡ്രോയിങ്ങിൽ കുറേ കൂടി കോൺഫിഡൻസ് വരും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അന്ന് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ സിമ്മെട്രിക്കൽ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ വലിയ വലിയ പോർട്രേറ്റുകൾ ചെയ്യുന്ന സമയത്ത് നേരെ നോക്കുന്ന ഒരാളുടെ പോർട്രേറ്റ് ആണെങ്കിൽ കണ്ണിൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ ചെവിയുടെ പൊസിഷനൊക്കെ പലപ്പോഴും സിമ്മെട്രിക്കലായിട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്ന് പഠിച്ച ലെസൺസ് ശരിക്കും നിങ്ങൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ലേ? കൂടാതെ അതേപോലെ ഒരുപാട് ബേസിക്സ് നിങ്ങൾ പഠിച്ചിരുന്നെങ്കിലോ നിങ്ങളുടെ ഡ്രോയിങ്ങിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കും. ആർട്ട് എന്ന് പറയുന്ന കാര്യം പലരും എക്സ്പെരിമെൻ്റ് ചെയ്ത് കണ്ടെത്തിയ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ ലൂമിസ് മെത്തേഡ്.
ഹെഡ് പല രീതിയിൽ വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, പല ഡയറക്ഷനിൽ നിന്നും നോക്കി വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ആൻഡ് ഇമാജിനേഷനിൽ നിന്ന് പോലും നോക്കി വരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ലൂമിസ് മെത്തേഡ്. ആൻഡ്രൂ ലൂമിസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇൻഡെപ്തിൽ പഠിച്ചിട്ടാണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിൽക്കാലത്ത് വന്ന ഒരുപാട് ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബിഗിനർ ആർട്ടിസ്റ്റുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പഠനം ഒരു ഗൈഡായിട്ട് മാറി. ഒരുപാട് ചിത്രങ്ങൾ എളുപ്പത്തിൽ വരയ്ക്കാൻ, ഒരുപാട് പോർട്രേറ്റുകൾ എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് ഈ ഒരു ഗൈഡ് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിത്രകലയിൽ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് സീക്രട്ടുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ഫൈനൽ ഡ്രോയിങ് ചെയ്യുക എന്നതിലുപരി അതോടൊപ്പം തന്നെ അതേ പ്രയോറിറ്റി ബേസിക്സ് പഠിക്കുന്നതിലൊന്ന് കൊടുത്തു വയ്ക്കുക. നമ്മുടെ ആ ഒരു ചിത്രകലാ പഠനം അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്നുള്ള നിങ്ങളുടെ ജേണി കുറേ കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് മാറും. യെസ്, നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് മുന്നോട്ട് പോകുന്നത്, നമ്മൾ ലൈഫിൽ കറക്റ്റ് കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കോൺഫിഡൻസ് മാത്രം മതി ആസ് എൻ ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാനായിട്ട്. സോ വീണ്ടും ഞാൻ റിപ്പീറ്റഡായിട്ട് പറയുന്നു, നമ്മുടെ ലൈഫിൽ ആർട്ട് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അത് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ പോയിന്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആർട്ട് വർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫും ഇമ്പ്രൂവ് ആവും. എൻ്റെ വോയിസ് വീണ്ടും റിപ്പീറ്റഡായിട്ട് കേൾക്കുന്നവർക്ക് കേൾക്കാം. ഇൻഡെപ്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്കിതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, നല്ല ചിത്രങ്ങൾ വരയ്ക്കുക, നല്ല ആർട്ടിസ്റ്റായിട്ട്, നല്ല വ്യക്തികളായിട്ട് സമൂഹത്തിൽ ഉയർന്നു വരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.